വെൽക്കം ബാക്ക് ടു ഹൃദയപൂർവ്വം മനുജ. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം എന്റെ സ്വന്തം നാട് ആലപ്പുഴയിലെ വീടിന്റെ കുറച്ചങ്ങ് മാറിയുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ സംഭവമാണ് പറയാനുള്ളത്. എല്ലാവരും ന്യൂസിലൊക്കെ അറിഞ്ഞു കാണും. ആലപ്പുഴ ഓമനപ്പുഴയില് സ്വന്തം മകളെ പിതാവ് കഴുത്തഞ്ഞിരിച്ച് കൊന്നു എന്നൊരു വാർത്ത 2 ദിവസം മുന്നേ ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെ കേട്ടത്. അപ്പോ സ്വന്തം മകളെ സ്വന്തം പിതാവ് കഴുത്തഞ്ഞിരിച്ച് കൊന്നു എന്നത് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതിനുശേഷം അതിനേക്കാളും വലിയ ഷോക്കിംഗ് ആയിട്ട് വന്നത് അതിന് സഹായിച്ചത് അമ്മയാണ്. ഇത് കണ്ടോണ്ട് നിന്നത് വീട്ടിലുള്ള അപ്പൂപ്പനും, അതായത് മരണപ്പെട്ട കുട്ടിയുടെ അപ്പൂപ്പനും അമ്മുമ്മയും വല്യമ്മയും വലിയച്ഛനും ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു. കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിയെ കഴുത്ത് ഞെരിച്ച്, കുട്ടിയല്ല ആ ഒരു യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്നത് എന്നൊരു വാർത്തയാണ് നമ്മൾ കിട്ടത്. അപ്പോ സംഭവം എന്താന്ന് ചോദിച്ചാല്, ഇനി ആരെങ്കിലും വാർത്ത കേട്ടിട്ടുണ്ടായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു പെൺകുട്ടി, അവരൊരു ക്രിസ്ത്യൻ കുടുംബം, ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. അവള് ഒരു 3 വർഷം മുമ്പ് വിവാഹിതയായിരുന്നു. വീട്ടുകാര് ആലോചിച്ച് ഉറപ്പിച്ച കല്യാണം കഴിച്ചു പോയ പെൺകുട്ടിയാണ്. പക്ഷെ 3 വർഷമായിട്ടും ആ കുട്ടിക്ക് വിവാഹബന്ധത്തിൽ കുട്ടികൾ ഉണ്ടായില്ല. കൂടാതെ വിവാഹം കഴിച്ച വ്യക്തിയുമായിട്ട് വഴക്കിനെ തുടർന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മാസമായിട്ട് സ്വന്തം വീട്ടിൽ കഴിയുന്ന പെൺകുട്ടി. അവള് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായതാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ, ആലപ്പുഴ ജില്ലയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി നോക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോ എന്താ സംഭവം എന്ന് ചോദിച്ചാല്, ഈ 5 മാസം വീട്ടിൽ വന്നു നിന്നതിന് ശേഷം ഈ കുട്ടി നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കാരണമെന്ന് പോലീസിനോട് ആ പിതാവ് പറഞ്ഞത് സഹിക്കെട്ടുപോയി സാറേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ പെൺകുട്ടി നിരന്തരം വീട്ടിൽ വഴക്കാണ്, പറഞ്ഞ അനുസരണയില്ല, രാത്രി പുറത്തോട്ട് പോയി ലേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നു. അതിനെക്കുറിച്ച് നാട്ടുകാർ അതും ഇതും പറയുന്നത് ഇയാളുടെ ചെവിയിലെത്തി. പിന്നെ കേട്ടൊരു വാർത്ത ഇയാളുടെ സ്വന്തം, അതായത് ഈ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള വ്യക്തിയാണ് നാട്ടുകാർ അതും ഇതും പറയുന്നത് ഈ വ്യക്തിയുടെ അച്ഛൻ പിതാവിലേക്കും കുടുംബത്തിലോട്ടും എത്തിച്ചത്. അപ്പൊ നാട്ടുകാർ അതും ഇതും പറയുന്നത് രാത്രി പുറത്തോട്ട് പോകുന്നതിന് അതിനെ തുടർന്നുള്ള തർക്കമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ കുട്ടി അതിന്റെ തലേ ദിവസം ഈ കൊലപാതകിയായ അച്ഛനെ, അതായത് കുട്ടിയുടെ മരണപ്പെട്ട യുവതിയുടെ മുത്തച്ഛനെ മർദ്ദിച്ചിരുന്നു. മരണ ദിവസം വഴക്കിനെ തുടർന്ന് ബൈബിളൊക്കെ വലിച്ചെറിഞ്ഞു, അമ്മയെ ചവിട്ടി, അങ്ങനെ കുറെ അലിഗേഷൻസ് പറയുന്നുണ്ട്. സത്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് വെച്ചാൽ, ഈ ഒരു വാർത്ത ഇങ്ങനെ വരുമ്പോൾ ഞെട്ടലോടെ കൂടെ കേൾക്കുന്നതിനൊപ്പം അതിനേക്കാളും വലിയ ഞെട്ടൽ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ ഒരു വാർത്തയുടെ താഴത്തെ ഈ കൊലപാതകിയായ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സ്വന്തം മകളെ കൊന്ന, മറ്റെന്തെങ്കിലും കാരണമായിരുന്നെങ്കിൽ നമുക്ക് അത് ഒന്ന് ഓക്കെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ കണ്ട് വിട്ടുകളയായിരുന്നു. പക്ഷെ അയാൾ ജനിപ്പിച്ച അയാളുടെ സ്വന്തം മകളെ കൊന്ന ഒരു വ്യക്തിയെ സമൂഹം ഭയങ്കരമായിട്ട് ഈ അച്ഛൻ ചെയ്തത് നല്ലതാണ്. ഞാൻ കുറെ കമന്റ്സ് കണ്ടു, ഈ അച്ഛൻ ഭയങ്കര നല്ലവനാണ്, അയാളാണ് സ്നേഹമുള്ള അച്ഛൻ, അയാളുടെ കടമ ചെയ്തു, അനുസരണ ഇല്ലാത്തതിനെ അങ്ങനെ ചെയ്യണം, കൊന്നുകളഞ്ഞു, ഭർത്താവിനെ രക്ഷിച്ചു, അങ്ങനെ ഒരുപാട് കമന്റ്സിലൂടെ ഭയങ്കര ടോക്സിക് മെസ്സേജ് ആണ് സൊസൈറ്റിയിലോട്ട് പോകുന്നത്. അവിടെയാണ് ഈ ഒരു സംഭവത്തെ വീണ്ടും നമ്മൾ 2 വർഷത്തോടെയും കണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം ഇപ്പോഴും ഒരുപാട് സാക്ഷരതയിൽ മുന്നിലാണ്, വിദ്യാഭ്യാസം കൊണ്ട് പലരും മുന്നിലാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നെങ്കിൽ പോലും ആൾക്കാരുടെ ചിന്താഗതി ഇന്നും ആ പഴയ നൂറ്റാണ്ടിൽ തന്നെ കിടക്കുകയാണ്. അവിടുന്ന് വണ്ടി കയറിയിട്ടില്ല. ഒരിക്കൽ പോലും ഈ ഒരു കുട്ടിയുടെ വശം എന്താണ് എന്ന് ചിന്തിക്കാൻ സമൂഹം തയ്യാറല്ല. ഏതെങ്കിലും 1% 2% ആൾക്കാർ ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ അത്രേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും അച്ഛൻ ചെയ്തത് ശരി, അതായത് അവര് രാത്രി പുറത്തേക്ക് ഒരു പെൺകുട്ടി പോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വേറൊരു കാര്യത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യത്തിൽ പോകുന്നു എന്നൊരു ചിന്തയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും. അല്ലെങ്കിൽ എന്തിനു പോയി, എന്തുകൊണ്ട് വീട്ടിൽ അവൾ ഉപദ്രവം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ത്, അവൾ വിവാഹത്തിന് മുന്നേ എങ്ങനെയായിരുന്നു, അതോ വിവാഹ ശേഷമാണോ അവൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം വന്നത്, അങ്ങനെ വീട്ടിലുള്ളവരെ ഭയങ്കരമായിട്ട് ദിവസം ഉപദ്രവിക്കണമെങ്കിൽ അവളിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, അവളിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത് ചെറുപ്പം മുതലുണ്ടെങ്കിൽ അതിന് കാരണം എന്ത്, ചൈൽഡ്ഹുഡ് ട്രോമ അവൾ അനുഭവിച്ചിട്ടുണ്ടോ, അതിന്റെ റിയാക്ഷൻ ആണോ ഇത്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി നിരന്തരമായിട്ട് വയലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ജനിപ്പിച്ച അച്ഛനോടും അമ്മയോടും ഇത്രയേറെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണത്തെ കുറിച്ച് ചിന്തിക്കാനോ, ഒരു 2 സൈഡും ചിന്തിക്കാനോ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം ഇതിലെ മറ്റു വശങ്ങൾ എന്ന് ചിന്തിച്ച് അതിനൊന്നും സമൂഹം തയ്യാറല്ല. അവര് പുറത്തോട്ടൊരു പെണ്ണ് രാത്രി പോയി, അന്ന് അവൾ ചിക്കൻ എന്നൊരു രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പൊ ഞാനിത് കുറച്ച് അന്വേഷിച്ചപ്പോ അറിഞ്ഞൊരു കാര്യം, ഈ കുട്ടിയുടെ വശം സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര്, അതായത് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാര്, ചിലപ്പോൾ ഈ കുട്ടിയെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ കുട്ടി വീട്ടിൽ വന്നാൽ അവൾക്ക് വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നില്ല, അതിന്റെ പേരിലായിരുന്നു വഴക്ക്.
മേ ബി അവളുടെ ഹസ്ബൻഡിനെ എടുത്തോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിവാഹമോചിത ആകാൻ പോകുന്നു എന്ന കാരണത്തിലായോ എന്തോ കാരണങ്ങൾ കൊണ്ട് അവരുടെ വീട്ടിൽ ഭയങ്കര വഴക്കാണ്. അപ്പൊ ഭക്ഷണത്തിന്റെ കണക്ക് പറയലുണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി പുറത്തു പോകുന്നത് എന്ന് ഒരു സൈഡും പറയുന്നത് കണ്ടു. പക്ഷെ അത് വളരെ തുച്ഛമായി വളരെ 1% ആൾക്കാർ മാത്രമേ ആ കുട്ടിയുടെ ഒരു വശത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബാക്കി 99.9% ആൾക്കാരും അച്ഛനെ സപ്പോർട്ട് ചെയ്യണം. അച്ഛന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം, അതായത് എന്തൊക്കെ ആയിക്കോട്ടെ, ആ കുട്ടി അലമ്പാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കും, പക്ഷെ അയാൾക്ക് ആ കുട്ടീനെ കൊല്ലാനുള്ള അവകാശം ഉണ്ടാവും. അതൊന്ന് ചിന്തിച്ചു നോക്കി. വേറെ ഈ പെൺകുട്ടിയുടെ ഭർത്താവായിരുന്നു കൊന്നിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ സപ്പോസ് ഈ കുട്ടിക്ക് ഒരു അവിഹിതം ഉണ്ടെന്ന് കരുതുക, അത് സ്വന്തം ഭർത്താവ് അറിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ കൊന്നിരുന്നെങ്കിൽ ഓക്കെ, അവള് ചീറ്റ് ചെയ്തു എന്ന് എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊരു കാരണം അയാൾക്കുണ്ട്. പക്ഷെ ജനിപ്പിച്ച പിതാവ് ഈ ഒരു കാരണത്തിന് കുട്ടി പുറത്തോട്ട് പോയി നാട്ടുകാർ അത് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാരണത്തിന് ആ കുട്ടിയെ കൊന്നെങ്കിൽ അയാൾ എന്തിനെ ന്യായീകരിക്കണം? കാരണം ഈ കുട്ടി അങ്ങനെ ഒരു മോശം വഴിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളായിരിക്കാം. ഒന്ന് വളർത്തു ദോഷമായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസിക നിലയിലോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ അംശമായി ജീനിലുള്ള വേരിയേഷൻസോ എന്തെങ്കിലും കാരണമായിരിക്കുമല്ലോ ആ കുട്ടിയുടെ അബ്നോർമാലിറ്റി കാണിക്കുന്നു. അല്ലെങ്കിൽ മോശം പ്രവൃത്തിയിലോട്ട് പോകുന്നെങ്കിൽ വീട്ടുകാർ തന്നെയാണ് കാരണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ് കാരണം. ആ ഒരു കാരണത്തെ അവർ തിരുത്താൻ ശ്രമിക്കാതെ കൊന്നു കളയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറെ ആരെയുമായിരുന്നെങ്കിൽ ഓക്കെ, അതൊരു നോർമൽ ക്രൈം എന്ന രീതിയിൽ അതിനെ കാണായിരുന്നു. പക്ഷെ ഒരു അച്ഛൻ അയാൾ ജനിപ്പിച്ച അയാളുടെ രക്തത്തിലുള്ള മകളെ ഒരു തെറ്റ് കണ്ടാൽ, നീ അവൾ തെറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ആ തെറ്റിനെ തിരുത്താൻ നോക്കാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടി വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ ബിഹേവിയറിൽ ഇത്ര പ്രശ്നം വന്നതെങ്കിൽ അതിന് കാരണം എന്ത്? അത് പരിഹരിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തോ, നമുക്ക് വല്ല മാനസിക പ്രശ്നമുണ്ട്, വീട്ടിൽ ഉപദ്രവം നടത്തുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ടാണോ, എങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഇവരെ തേടിയോ? അതൊന്നും ചെയ്യാതെ നാട്ടുകാർ എന്തോ പറയും. നാട്ടുകാരാകുമ്പോൾ പലതും പറയും. ആ നാട്ടുകാരുടെ വാക്കും കേട്ട് ഇയാൾ പറഞ്ഞ് സഹി കെട്ടിട്ടാണ് സാറേ, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അയാൾക്ക് സമാധാനം ഉണ്ടാവോ? അയാൾ ജീവിതത്തിൽ അയാൾ ജനിപ്പിച്ച കൊച്ചിനെ കൊന്നു എന്നൊരു കുറ്റബോധം അയാൾക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു വട്ടം അവർക്ക് തിരുത്താൻ ശ്രമിച്ചുകൂടായിരുന്നോ? ഒരു വട്ടം അവർക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തുകൂടായിരുന്നോ? ഇനി അതിനപ്പുറം ഒരു വട്ടം അവർക്ക് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടിക്ക് എന്ത് പ്രോബ്ലം എന്ന് നോക്കാൻ വരായിരുന്നോ? ഇനി പോട്ടെ, അവൾക്ക് മോശം വഴിയിലൂടെയാണ് പോകുന്നത്, എനിക്ക് പറഞ്ഞൂടെ, ഇനി വീട്ടിൽ കയറണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയെങ്കിലും ചെയ്താൽ അവൾ ജോലിയുള്ളവർ വല്ല ഹോസ്റ്റലിൽ പോയി താമസിച്ചോട്ടെ. അതിന് പകരം ആ കുട്ടീനെ കൊന്നു കളഞ്ഞ ഒരു വ്യക്തി, അയാൾ എന്തിന്റെ പേരിലാണ് സമൂഹം ന്യായീകരിക്കുന്നത്? ആ വ്യക്തി അയാളുടെ സ്വന്തം മകളായിരിക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് സമൂഹം ന്യായീകരിക്കുന്നത്? ആ സമൂഹം എന്ത് തരം ചിന്താഗതിയാണ്? ഇനി ഈ ഒരു വശത്തില് അത്രയും ഒരു പെൺകുട്ടി ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മോശമാണെങ്കിൽ തന്നെ, ഇനി സപ്പോസ് ആ കുട്ടി മോശമല്ല, ആ കുട്ടിയുടെ എന്താ പറയാ, ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു മെന്റൽ ട്രോമ, അവൾക്ക് വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല, അവള് സൗഹൃദങ്ങളെ കണ്ടെത്തുന്നു, അപ്പോ ആരാ തെറ്റുകാര്? അപ്പോഴും വീട്ടുകാർ തന്നെയല്ലേ തെറ്റുകാര്. ഇനി അവൾക്ക് പോട്ടെ, അവൾക്ക് വിവാഹ ജീവിതത്തിലോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമയിലോ അവൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉള്ളതെങ്കിൽ അപ്പോഴും ആരാ? ഒരു സൈഡും ആരും ചിന്തിക്കുന്നു. ഒരു പെൺകുട്ടി പുറത്തോട്ട് പോയി, രാത്രി പോയി, അവൾ എന്തിനു പോയി? ഫുഡ് കഴിക്കാൻ പോയതാണോ? തിരക്കുന്നില്ല. അവൾ വല്ല കൂട്ടുകാരികളോട് സങ്കടം പറയാൻ പോകുന്നതാണോ? തിരക്കുന്നില്ല. അവൾ വല്ല പ്രാർത്ഥിക്കാൻ പോകുന്നതാണോ? തിരക്കുന്നില്ല. പക്ഷെ അതൊന്നും ആണോ അല്ലെങ്കിൽ തിരക്കണേന് പകരം അവൾ പോയിരിക്കുന്നത് വഴിവഴക്കാനാണ് എന്നൊരു ധാരണയാണ് സമൂഹത്തിന്. ഇതേ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണ് ഇങ്ങനെ പുറത്തു പോയിട്ട് വരുന്നു, നാട്ടുകാർ പറയത്തില്ല. ഇന്നും ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നു, തുല്യതയെ കുറിച്ച് പറയുന്നു, സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്നു, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി രാത്രി കാല യാത്രകൾ സംഘടിപ്പിക്കുന്നു. എന്നിട്ടും സമൂഹം ചിന്തിക്കുന്നത് രാത്രി ഒരു പെണ്ണ് സ്കൂട്ടർ എടുത്ത് പുറത്തോട്ട് പോയാൽ അത് അവള് മോശം കാര്യത്തിന് പോകുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അതെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇതുവരെ ഇത്രയും വാർത്തകൾ വന്നിട്ട് പോലും അവൾക്കൊരു അവിഹിതം ഉണ്ടായിരുന്നു എന്നൊരു സംഭവം ഒരു വാർത്തയിലും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി അത് കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ കൊന്നെന്ന് പറഞ്ഞ പിതാവ് പോലും അവളെ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പുറത്തു പോയി, അപ്പൊ എന്തിനും മോശം കാര്യത്തിന് പോയി, ഇവൾ വഴിവഴിച്ചവളാണ്, ഇവൾ അഹങ്കാരിയാണ്, ഇവൾ അനുസരണ ഇല്ലാത്തവളാണെന്ന് അച്ഛൻ തന്നെ മുദ്ര കുത്തുക. അങ്ങനെ ഒരു അച്ഛൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു പക്ഷെ ആ അച്ഛൻ രാത്രി വൈകി പുറത്തു പോയി അത് മോശം പ്രവൃത്തിക്ക് പോകുന്ന ഒരു അച്ഛനായിരിക്കാം. അങ്ങനെ മോശം പ്രവൃത്തിക്ക് പോയ അച്ഛനെ തോന്നുന്നു അയാളുടെ മകള് രാത്രി പുറത്തു പോയാൽ അത് മോശം കാര്യത്തിനാണ് പോകുന്നതെന്ന് അയാൾക്ക് തോന്നുന്നു. അയാളുടെ ഭാര്യയും ചിലപ്പോൾ ഒരു പക്ഷെ രാത്രി പുറത്തു പോകുന്നത് മോശം കാര്യത്തിനായിരിക്കും. അതുകൊണ്ട് അയാളുടെ ഭാര്യയും വിചാരിച്ചു രാത്രി പുറത്തു പോയാൽ അത് മോശം കാര്യത്തിനാണ്. അതുപോലെ അമ്മാവൻ, നാട്ടുകാർ ഈ കുട്ടി പുറത്തു പോയതിന് കുറ്റം കണ്ണാല് ഒരു മോശം കാര്യം കാണാതെ ഊഹിച്ച് രാത്രി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞവര്, ആ ഊഹിച്ചവരൊക്കെ രാത്രി പുറത്തു പോയാൽ അവർ മോശം കാര്യത്തിനായിരിക്കും പോകുന്നത്. ആ മോശം കാര്യത്തിനെയാണ് ഈ കമന്റുകളിലൂടെ ഈ അങ്ങ് മഹത്വൽക്കരിച്ച് പുണ്യവാന്മാരാക്കുന്നത്. എനിക്ക് രാത്രി ഒരു പെൺകുട്ടി പുറത്തൂടെ പോയാൽ അവൾ മോശം കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നത്തില്ല.
കാരണം ഞാൻ രാത്രി പോയ മോശം കാര്യം ചെയ്യുന്നില്ല. പകരം ഞാൻ രാത്രി പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശം കാര്യം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സമാനമായ സാഹചര്യം വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഞാൻ വിചാരിക്കും, ഓ ഇവര് മോശമാണ്. അത്രയും മോശം ചിന്താഗതിയുടെ റിസൾട്ടാണ് ഈ ഒരു കൊലപാതകം. അവർ ചോദിക്കുന്നില്ല, അവർ ക്രിസ്ത്യൻസ് ആണ്, അവർക്കൊരു അവരുടെ പള്ളി വകയോ അല്ലെങ്കിൽ സിസ്റ്റർമാർ വഴിയോ ഫാദർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വഴിയോ ഒക്കെ ഈ പ്രശ്നത്തെ അവർ എന്താണ് കാരണം, ഉപദ്രവം എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് അറിയില്ല, അതിനെന്താ കാരണമെന്ന് ജനിപ്പിച്ച് തന്നെയും തള്ളയും വിചാരിച്ചില്ല. ആ കുട്ടി മോശം സാഹചര്യത്തിൽ പോയെങ്കിൽ തങ്ങളിൽ നിന്ന് കിട്ടിയ മോശം സ്വഭാവമാണ് അല്ലെങ്കിൽ തങ്ങൾ വളർത്തിയത് കൊണ്ട് കിട്ടിയ മോശം സ്വഭാവമാണ് അവർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന എന്താ, അങ്ങനെ ചിന്തിക്കുന്ന സമൂഹം ഒക്കെ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി രാത്രി പുറത്തു പോയാൽ അത് മോശമാണെന്ന് ചിന്തിക്കുന്ന സമൂഹമേ ആ സമൂഹം ഒരിക്കലും ഗതിപിടിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ എത്ര പേർക്കാണ്, പ്രത്യേകിച്ച് ആ കുട്ടി ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നെന്ന് പറയുന്ന കുട്ടി, നഴ്സുമാർ എത്ര പേരാണ് രാത്രി ഡ്യൂട്ടി ഉള്ളവർ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്ര പേർക്കാണ് രാത്രി ഡ്യൂട്ടി ഉള്ളത്? ഹോസ്പിറ്റലിൽ സ്ത്രീകൾക്ക് രാത്രി വരാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ ഈ കാലഘട്ടത്തില്? ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു പെൺകുട്ടി രാത്രി ഒരു സ്കൂട്ടർ എടുത്ത് പുറത്തോട്ട് പോയി അത് കൊള്ളത്തില്ല, അങ്ങനെ പോയി മോശം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്കിൽ പോലും, കണ്ണിന് കണ്ടാൽ പോലും അവളെ കൊല്ലാനുള്ള ഒരു യോഗ്യതയും ജനിപ്പിച്ച തള്ളക്കും ഇല്ല. അത് അവളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ ചിന്താഗതി, അത് മാത്രം ഇയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ അനുസരണയില്ല സാറേ. വിവാഹം കഴിച്ചു വിട്ട് വിവാഹമോചിതയായി വീട്ടിൽ വന്ന് സ്വന്തം അധ്വാനത്തിലൂടെ ജീവിക്കുന്നത്, സ്വന്തം വരുമാന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ അനുസരിപ്പിച്ച് കാലിന്റെ അടിയിൽ നിർത്താൻ നോക്കുകയാണ്. അച്ഛൻ അതാണോ അച്ഛൻ? നമ്മളുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇങ്ങനെ കുഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ അത് തെറ്റായ ചിന്താഗതിയാണ്. രാത്രി പുറത്തു പോയാല് ഒരു പെണ്ണിത്തിരി ഒച്ചത്തിൽ സംസാരിച്ചാൽ അവള് അഹങ്കാരിയാകുന്നു എന്ന് ചിന്തിക്കുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ മാത്രം ചിന്താഗതി ആവണം. അല്ലാണ്ട് ഇത്രയും പരിഷ്കൃതമായ സമൂഹത്തില് ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നവരാണ് പ്രശ്നം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു ഇങ്ങനെ പറഞ്ഞല്ലോ, അവള് പുറത്തു പോയപ്പോ കണ്ണാലൊന്നും കാണാതെ മോശ സാഹചര്യത്തിൽ അവള് പിടിക്കാതെ അവൾ മോശക്കാരിയാണ് എന്ന് പറഞ്ഞ ആ നാട്ടുകാരെയും കൂടെ പ്രതി ചേർക്കണം. ആ അമ്മാവനെ പ്രതി ചേർത്തതുപോലെ നാട്ടുകാരെ പറഞ്ഞവരെ ഇവിടെ പോയല്ലോ, ഇവിടെ രാത്രി പോയല്ലോ, ഇവിടെ പോയത് ഇതിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരും പ്രതി ചേർക്കണം. കാരണം ഇത്തരം ആൾക്കാർ കാരണമാണ് ഇങ്ങനത്തെ ക്രൈം ഉണ്ടാകുന്നത്. സ്വന്തം മകളെ മനസ്സിലാക്കാൻ പറ്റാത്ത അച്ഛനെന്ന് വിളിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരാളെയാണ് പുണ്യവാൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ജനിപ്പിച്ച്, അയാള് പിച്ച നടത്തി, അയാള് ഭക്ഷണം കൊടുത്ത് വളർത്തി, അയാൾ പഠിപ്പിച്ച് വലുതാക്കിയ ആ കുട്ടിയെ ഈ ഒരു നിസ്സാര കാര്യത്തിന് ആ കുട്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല. രാത്രി പുറത്തു പോയെന്ന് മാത്രമേ ഇവർക്ക് പറയുന്നുള്ളൂ. പുറത്തു പോയിട്ട് ഇന്ന കാര്യം ചെയ്തെന്ന് പറയാൻ ഇപ്പോഴും അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് അയാളെ പുണ്യവാനാക്കി ചിത്രീകരിക്കുന്ന സമൂഹമല്ലേ ഏറ്റവും വലിയ കുറ്റവാളികൾ? ആ അച്ഛന്റെ ഭാഗത്ത് ന്യായം പറയുന്ന സമൂഹമല്ലേ ഏറ്റവും വലിയ കുറ്റവാളികൾ? ആ അച്ഛന്റെ അടുത്ത് ചെവിയിലേക്ക് ഓതി കൊടുത്ത നാട്ടുകാരല്ലേ കുറ്റവാളികൾ? ആ അമ്മാവനല്ലേ കുറ്റവാളികൾ? ഈ മരണപ്പെട്ട കുട്ടിയെ ഇപ്പോഴും വേറൊരു കണ്ണിലൂടെ വീണ്ടും കണ്ടു, മരിച്ചു, അവൾ എങ്ങനെയെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ പ്രശ്നമൊക്കെ ഉണ്ടാകാം, പ്രത്യേകിച്ച് ഹസ്ബൻഡായിട്ട് പിരിഞ്ഞു വന്നു, കുട്ടികളില്ല, അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള, അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജനമല്ലേ അല്ലെങ്കിൽ സമൂഹമല്ലേ കുറ്റവാളികൾ? ഇത്രയും മോശം സമൂഹമാണ് ഈ സമൂഹം, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം എന്ന് തിരിച്ചറിയാത്ത നമ്മളുമല്ലേ കുറ്റവാളികൾ? അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ആൾക്കാരല്ലേ കുറ്റവാളികൾ? അങ്ങനെ പറയുമ്പോൾ അച്ഛനെ ന്യായീകരിക്കുന്നവരുടെ നേരെ വിരൽ ചൂണ്ടാൻ മടിക്കുന്നവരല്ലേ കുറ്റവാളികൾ? ചുറ്റിനും ഒരുപാട് കുറ്റവാളികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പരിഹരിക്കപ്പെടാതെ, അവളുടെ അവസ്ഥ ആരും മനസ്സിലാക്കാതെ, അവളുടെ സൈഡ് ആരും മനസ്സിലാക്കാതെ ഒരു കൊലപാതകത്തിന് ഇരയായി. അതാണ് സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഇനി എത്ര ചികിത്സിക്കുന്നതിന് അപ്പുറം ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവളുടെ ഒരു അഭിഹിത കാമുകൻ വന്നിട്ടില്ല. അവളുടെ ഭർത്താവ് പോലും അവൾ മരിച്ചെടുത്ത് വന്നിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലപ്പോൾ ഉണ്ടായിരുന്ന അപ്പനും അമ്മയും കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അവൾ വലിയ മോശക്കാരിയാണെങ്കിൽ സ്വന്തം ഭർത്താവ് വന്ന് കരഞ്ഞോണ്ടിരിക്കുവോ, വിഷമിച്ചിരിക്കുവോ? പരിഹരിക്കാൻ പറ്റുന്ന ഒരു നിസ്സാര കാര്യത്തിന് നാട്ടുകാര്, വൃത്തികെട്ട ചിന്താഗതിയുള്ളവര് കുറച്ചു പേര് കാരണം ഒരു കൊലപാതകത്തിൽ കൊണ്ടെത്തിച്ചു. അതാണ് ഈ സംഭവത്തിൽ. ചിന്തിക്കൂ സമൂഹമേ, ഇനിയെങ്കിലും മാറി ചിന്തിക്കൂ. ഒരു പെണ്ണ് പുറത്തു പോയാല് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ പണ്ട് ചെയ്ത പ്രവൃത്തിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പെണ്ണ് സ്വതന്ത്രമായി ജീവിച്ചാല് നിങ്ങൾ പണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പെണ്ണ് അവക്കിനി ഒരു കാമുകൻ ഉണ്ടെന്ന് വിചാരിക്കുക, അവളൊരു ഭർത്താവായിട്ട് സെപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൺകുട്ടിയുടെ ലൈഫിലോട്ട് ചൂഴ്ന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ പണ്ടൊരു കാമുകനായിരുന്നപ്പോ ചെയ്ത മോശം പ്രവൃത്തികൾ ഇന്ന വ്യക്തികൾ ചെയ്യുമെന്ന് ചിന്തിക്കാതെ സമൂഹമേ, അല്ലെങ്കിൽ ഒരു ഭർത്താവുമായിട്ട് പിരിഞ്ഞതിന് കാരണം നിങ്ങൾക്ക് അവിഹിതമാണെന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അവിഹിതമുള്ളത് കൊണ്ടായിരിക്കാം.
നിങ്ങൾ മോശം വഴിയിലൂടെ നടന്നു വെച്ച് ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാരാണെന്ന് ചിന്തിക്കാതെ സമൂഹമേ സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ പഠിക്കും, സ്വന്തം മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കും, സ്വന്തം മക്കളെ പോലെ തന്നെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെയും ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ കാണാൻ പഠിക്കും. അവർക്കുണ്ടൊരു മനസ്സ്, അവർക്കുണ്ടാവും 100 വട്ടം പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ അത് ഉരുത്തിരിഞ്ഞ് നിൽക്കുകയായിരിക്കും. അതിന്റെ ഫലമായിട്ട് അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, മനുഷ്യരാണ്, അതിനൊന്നും മനസ്സിലാക്കാൻ പഠിക്കുക. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടെ സാരമില്ല, സമാധാനിക്കൂ എന്ന് പറയാനായിട്ടൊരു മനസ്സ് കാണിക്കുന്ന സമൂഹമേ. സമൂഹം ഒരുപാട് മാറേണ്ടതുണ്ട്. ഈ സമൂഹം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയും ക്രൈം. ഇപ്പൊ ഈ കേസിന് ഏറ്റവും വലിയ പ്രതികൾ ആരെന്ന് ചോദിച്ചാൽ ഓമനപ്പുഴയിൽ ഇവരുടെ അയൽവക്കക്കാരായ ഈ പെൺകുട്ടി മോശം കണ്ണിലൂടെ കണ്ട ആ നാട്ടുകാരാണ് ഏറ്റവും വലിയ പ്രതികൾ. അവർക്കെതിരെയാണ് ജനം ശബ്ദിക്കേണ്ടത്. അവരുടെ ചിന്താഗതി മാറ്റണം. അത്തരം ആളുകളുടെ ചിന്താഗതി മാറ്റണം. അത്തരം ആൾക്കാരുടെ ചിന്താഗതി മാറ്റിയെടുത്തില്ലെങ്കിൽ ഈ ഒരു സമൂഹം ഒരിക്കലും വളരില്ല. എന്നും ഈ പടുകുഴി തീട്ടക്കുഴി നിൽക്കേണ്ടി വരും. പഠിച്ച വിദ്യാഭ്യാസം, നേടിയ വിദ്യാഭ്യാസം, നേടിയ അറിവ്, അതൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാൻ കൂടെ ഉള്ളതാക്കി ഉപയോഗിച്ച ഈ സമൂഹം രക്ഷപ്പെടും. അതിനാവട്ടെ, അത്ര പറയണം. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും